ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെയും അതുപോലെ തന്നെ യൂകാരിയോട്ടിക് സെല്ലിൻ്റെയും ഡിഫറൻസുകളാണ് നോക്കുന്നത്. പ്രോകാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയർ എൻവലപ്പുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ തന്നെ ന്യൂക്ലിയോലസും ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതിന് ന്യൂക്ലിയർ എൻവലപ്പും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ന്യൂക്ലിയോലസും ഉണ്ടായിരിക്കും. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൽ ഒരു സിംഗിൾ ക്രോമസോം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു നേക്കഡ് ആയിട്ടുള്ള DNA ആണ് ആ ഒരു സിംഗിൾ ക്രോമസോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോട്ടീൻ ആബ്സെൻ്റ് ആയിരിക്കും, അവർക്ക് വിത്തൗട്ട് പ്രോട്ടീൻ ആയിരിക്കും, അത് സൈറ്റോപ്ലാസത്തിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ ഒരുപാട് ക്രോമസോമുകൾ ഉണ്ടായിരിക്കും, അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും, ന്യൂക്ലിയോ പ്രോട്ടീൻസും ഉണ്ടായിരിക്കും. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രോമസോമൽ DNA എന്ന് പറയുന്നത് സർക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പക്ഷേ യൂകാരിയോട്ടിക് സെല്ലിലും ക്രോമസോമൽ DNA എന്ന് പറയുന്നത് ലീനിയർ ആണ്. അതുപോലെ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഹിസ്റ്റോൺസ് ഒന്നും ഉണ്ടാവില്ല. ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന ആ ഒരു ബേസിക് പ്രോട്ടീന് ആബ്സെൻ്റ് ആയിരിക്കും. ക്രോമസോമൽ DNA എന്ന് പറയുന്നത് ഇതിൽ ഹിസ്റ്റോണോ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻസോ ഒന്നും ഉണ്ടാവില്ല. ക്രോമസോമൽ DNA എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് സെല്ലിൽ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോണിക് പ്രോട്ടീൻസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും ക്രോമസോമൽ DNA എന്ന് പറയുന്നത്. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, ലൈസോസോംസ് ഇതൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ ഈ എല്ലാ ഓർഗനൽസും പ്രസൻ്റ് ആയിരിക്കും. പ്രോകാരിയോട്ടിക് സെല്ലിൽ സെൻട്രിയോൾസ് ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ സെൻട്രിയോൾസ് ഉണ്ടായിരിക്കും. അനിമൽ സെല്ലിൽ റയർ ആയിരിക്കും, മിക്കവാറും കേസിൽ ഉണ്ടാവാറില്ല. റയർ ആയിട്ടായിരിക്കും പ്ലാന്റ് സെല്ലിൽ കാണുക. അനിമൽ സെല്ലിൽ സെൻട്രിയോൾസ് പ്രസൻ്റ് ആണ്. ഇനി റൈബോസോമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70S ടൈപ്പ് റൈബോസോമാണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 50Sഉം അതുപോലെ തന്നെ 30S സബ് യൂണിറ്റും ചേർന്നതാണ് 70S സബ് യൂണിറ്റ് ഓഫ് 70S ടൈപ്പ് റൈബോസോം എന്ന് പറയുന്നതിൽ 50Sഉം 30S സബ് യൂണിറ്റും കൂടി ചേർന്നിട്ടുള്ള റൈബോസോമാണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്നത്. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ 80S ടൈപ്പാണ്, അത് തന്നെ 60Sഉം അതുപോലെ തന്നെ 40S സബ് യൂണിറ്റ് ചേർന്നിട്ടുള്ള റൈബോസോമാണ് കാണുന്നത്. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൽ സൈറ്റോപ്ലാസ്മിക് മൈക്രോട്യൂബ്യൂൾസും അതുപോലെ തന്നെ മൈക്രോ ഫിലമെൻസും ആബ്സെൻ്റ് ആയിരിക്കും. മൈക്രോട്യൂബ്യൂൾസും ഫിലമെൻസും പ്രോകാരിയോട്ടിക് സെല്ലിൽ ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ ആരിൽ പ്രസൻ്റ് ആയിരിക്കും, യൂകാരിയോട്ടിക് സെൽസിൽ പ്രസൻ്റ് ആയിരിക്കും. ഫ്ലജെല്ലം എന്ന് പറയുന്നത് സ്മോളും അതുപോലെ തന്നെ സിംഗിൾ ഫൈബറും ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക് സെല്ലിൽ ഫ്ലജെല്ലം എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, ഒരുപാട് ഫൈബേഴ്സ് ചേർന്നിട്ട് ഉണ്ടാക്കിയതായിരിക്കും. അതിന് 9+2 അറേഞ്ച്മെൻ്റ് ആയിരിക്കും മൈക്രോട്യൂബ്യൂൾസിന് എന്ന് പറയുന്നത്. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിൽ വാക്യൂൾ ആബ്സെൻ്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലിൽ വാക്യൂൾ പ്രസൻ്റ് ആണ്. പിന്നെ സെൻറ്റർ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിനിലാണ് ആ ഒരു സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. എന്നാൽ മൈറ്റോകോൺട്രിയാണ് ആരുടെ സെൻറ്റർ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, യൂകാരിയോട്സിൻ്റെ സെൻറ്റർ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. എന്നാൽ പ്രോകാരിയോട്ടിൻ്റെ കേസിൽ അങ്ങനത്തെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് സെൻറ്റർ ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻട്രാ സെല്ലുലാർ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക്കിൽ ഇൻട്രാ സെല്ലുലാർ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റീറോൾസ്,
ആബ്സെൻ്റ് ആണ് ആരിൽ? പ്രോകാരിയോട്സിൽ. എന്നാൽ കാർഡിയോലിപ്പിൻ എന്ന് പറയുന്ന ഒരു ഇത് പ്രസൻ്റ് ആണ്. കാർഡിയോലിപ്പിൻ പ്രസൻ്റ് ആണ്. എന്നാൽ യൂക്കാരിയോട്സിൽ സ്റ്റീറോൾസ് പ്രസൻ്റ് ആണ്, പക്ഷേ കാർഡിയോലിപ്പിൻ എന്താണ്? ആബ്സെൻ്റ് ആയിരിക്കും. പ്രോകാരിയോട്സിൽ വെസിക്കുലാർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വെസിക്കുലാർ ട്രാൻസ്പോർട്ട് എക്സോസൈറ്റോസിസും അതുപോലെ തന്നെ എൻഡോസൈറ്റോസിസും വെച്ച് നടക്കുന്ന വെസിക്കുലാർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പ്രോകാരിയോട്സിൽ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്സിൽ അത് പ്രസൻ്റ് ആയിരിക്കും. സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ആയിരിക്കും പ്രോകാരിയോട്സിൽ. എന്നാൽ യൂകാരിയോട്സിൽ എന്താണ്? മൈറ്റോട്ടിക് ആൻഡ് മിയോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇനി ജീൻസ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സിൽ എന്താണ്? ജീൻസിൽ എന്തുണ്ടാവില്ല? ഇൻട്രോൺസ് ഉണ്ടാവില്ല. എന്നാൽ യൂകാരിയോട്സിൽ മോസ്റ്റ് ജീൻസിൽ എന്താണ്? ഇൻട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയാണ് എന്താ പ്രോകാരിയോട്സും യൂകാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.